പാലക്കാട് ജില്ലയിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ക്ഷേത്രമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും കൊടുവായൂർ മീനാക്ഷിപുരം വഴി 25 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്ക്. പാലക്കാടാണ് പ്രധാന റെയിൽവേ സ്റ്റേഷൻ. അത്യുഗ്രമൂർത്തിയും പരമാത്മാവും മഹാദേവനുമായ പരമശിവനും ആദിപരാശക്തിയായ ജഗദംബിക പാർവതി ദേവിയുമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ഐതിഹ്യപരമായി വളരെ പെരുമയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം. രാവണ സഹോദരനായ ഖരൻ എന്ന അസുരന് ഒരിക്കൽ ഗായത്രിപ്പുഴയുടെ കരയിൽ നിന്ന് 3 ശിവലിംഗങ്ങൾ കിട്ടി. അവയിൽ 2 എണ്ണം തൻ്റെ 2 കൈകളിലും 1 എണ്ണം വായിൽ പല്ലുകൊണ്ട് കടിച്ചും പിടിച്ചുകൊണ്ട് അയാൾ യാത്ര ആരംഭിച്ചു. അവയിൽ വലത് കൈയിലെ വിഗ്രഹം തൃപ്പാളൂരിലും ഇടത് കൈയിലെ ശിവലിംഗം അയിലൂരിലും പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച വിഗ്രഹം പല്ലാവൂരിലും പ്രതിഷ്ഠിച്ചു. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ഒരു കാലത്ത് പല്ലവ രാജവംശത്തിന്റെ കീഴിലായിരുന്നുവെന്നും തന്മൂലമാണ് ഈ പ്രദേശത്തിന് പല്ലാവൂർ എന്ന പേര് സിദ്ധിച്ചതെന്നുമാണ് ചരിത്രകാരന്മാർ നൽകുന്ന സൂചന. ക്ഷേത്രം നിർമ്മിച്ചതും പല്ലവ രാജാക്കന്മാർ തന്നെയാണെന്ന് ചരിത്രം പറയുന്നു. കേരളത്തിലെ വാദ്യചക്രവർത്തിമാരായിരുന്ന പല്ലാവൂർ ത്രയത്തിന്റെ ഓർമ്മകൾ ഇന്നും നാട്ടുകാർക്ക് ഒരാവേശമാണ്. ചെണ്ട, തിമില, ഇടയ്ക്ക തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇവരുടെ കലാജീവിതം തുടങ്ങിയത് പല്ലാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നുമാണ്. പടിഞ്ഞാറോട്ട് ദർശനമായി പല്ലാവൂർ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റനില വട്ട ശ്രീകോവിലിന് 2 മുറികളുണ്ട്. അവയിൽ കിഴക്കേ അറ്റത്തുള്ള ഗർഭഗൃഹം 2ആയി തിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശിവനും മറുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്നു. ശിവലിംഗം രുദ്രാക്ഷശിലയിലാണെന്നാണ് വിശ്വാസം. ഇതിവിടത്തെ ശിവപ്രതിഷ്ഠയുടെ മാഹാത്മ്യം കൂട്ടുന്നു. വിഗ്രഹം രുദ്രാക്ഷശിലയിൽ നിർമ്മിതമാകയാൽ ജലാഭിഷേകം മാത്രമേ നടത്താൻ കഴിയൂ. മറ്റ് അഭിഷേകങ്ങൾക്കായി ഒരു പ്രത്യേക ശിവലിംഗം അടുത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശംഖാഭിഷേകം, ധാര, പിൻവിളക്ക്,
കൂവളമാല എന്നിവയാണ് തൃപ്പല്ലാവൂരപ്പന്റെ പ്രധാന വഴിപാടുകൾ. രണ്ടാമത്തെ പ്രധാന പ്രതിഷ്ഠയായ പാർവതി ദേവി ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കാരണം സമീപ പ്രദേശങ്ങൾക്ക് നാശനഷ്ടമുണ്ടായപ്പോൾ പരിഹാരവിധിയായി നടത്തിയതാകാമെന്നാണ് കരുതപ്പെടുന്നത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമാണ് ഈ മഹാക്ഷേത്രത്തിലുള്ളത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം. എന്നാൽ തിരുവുത്സവം, നവരാത്രി, ശിവരാത്രി, ചന്ദ്രസൂര്യഗ്രഹണം എന്നീ അവസരങ്ങളിൽ ഈ പൂജാവിധികളിൽ മാറ്റമുണ്ടാകാറുണ്ട്. മീനമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ വാർഷികോത്സവമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ആഘോഷ ചടങ്ങ്. കൊടിയേറ്റ ഉത്സവത്തെ കൂടാതെ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ മഹോത്സവമായി കൊണ്ടാടുന്ന നവരാത്രി, ശിവരാത്രി, മണ്ഡലകാലം, മേടവിഷു, രാമായണമാസം, ഇല്ലം നിറ, നിറപുത്തിരി, അഷ്ടമി രോഹിണി തുടങ്ങിയവയാണ് തൃപ്പല്ലാവൂർ ക്ഷേത്രത്തിലെ മറ്റ് വിശേഷാവസരങ്ങൾ. പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ, വേട്ടയ്ക്കൊരുമകൻ, ഭദ്രകാളി, സീതാദേവി തുടങ്ങിയ ഉപദേവന്മാരും തൃപ്പല്ലാവൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശിവലിംഗമായി ശ്രീലകത്ത് വാഴുകയാണ് സാക്ഷാൽ തൃപ്പല്ലാവൂരപ്പൻ ഇവിടെ. പ്രശസ്തമായ കാച്ചാംകുറിശി മഹാവിഷ്ണു ക്ഷേത്രം തൃപ്പല്ലാവൂർ ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ്.